കേട്ടോ നിന്റെ ഭാര്യ പറയുന്നത്? അവളെ കല്യാണം കഴിക്കുന്ന എനിക്ക് ഒരു യോഗ്യത ഇല്ലാത്രേ. ഏതോ ഫിലിപ്സിന്റെ ആലോചന വന്നതാണെന്ന്. എന്നിട്ട് അത് വേണ്ട വെച്ചിട്ടാണ് നിന്നെ കെട്ടിയത്. അങ്ങനെയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മ വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. പിന്നെ ഒന്നുമില്ലാണ്ട് നീ ആരുടെ കൊണ്ടുപോവുക? നീ എന്താ ലോകസുന്ദരിയോ ഐശ്വര്യറായോ നിന്റെ വിചാരം? അങ്ങനെ 100 പവനും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിലേ ഇവിടെ ഉണ്ടല്ലോ ഒരു പെൺകുട്ടി. അതിന് മിനിമം ഒരു 200 പവനെങ്കിലും കൊടുത്ത് കെട്ടിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞ് ഞാൻ അംഗീകരിക്കാം. ഇതിപ്പോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് 20 പവനല്ലേ, അതൊക്കെ എത്രയോ കൂടുതലാ നിങ്ങളുടെ ഈ സിറ്റുവേഷന്. കേട്ടോ അവള് പറയുന്നത്? കല്യാണം കച്ചവടമാണത്രേ അവൾക്ക്. അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താലേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അവള് മിക്ക വശമാണല്ലോ അവിടെ. ഈ കല്യാണം ഇപ്പൊ നിങ്ങൾക്ക് കച്ചവടമായിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ പിന്നെ എനിക്കും കണ്ടൂടെ? 5 പൈസ കൈ നിറക്കാണ്ട് ചുളിവില് കോടീശ്വരന്മാരാകാൻ നോക്കി നിങ്ങളല്ലേ. നിങ്ങൾ എന്നെ വിലക്ക് വാങ്ങിയതാണല്ലോ പെട്ടെന്ന് പണക്കാരാകാൻ വേണ്ടിയിട്ട്. അതില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും നാട്ടില് അമ്മായിയമ്മയ്ക്ക് സ്ത്രീധനം കൊണ്ട് കൊടുക്കാന്നുള്ള ഏർപ്പാടുണ്ടോ? ഞാനിപ്പോ 100, 200, 300 പവൻ കൊണ്ടുവന്നോട്ടെ, അത് ഞാൻ നിങ്ങൾക്ക് തരുമോ? എനിക്കല്ലേ കൊണ്ടുവരാ. ഇപ്പൊ എന്റെ കയ്യിലുള്ള 20 പവൻ അത് നിങ്ങളുടെ അല്ല, മോന്റെ അല്ല, അത് എന്റെയാ. കേട്ടോ പറഞ്ഞിട്ട് പോകുന്നത്? നീ അതെല്ലാം കൊടുക്കും മറുപടി തന്നെ പറഞ്ഞു. അവള് പറഞ്ഞാൽ എന്ത് തെറ്റമുള്ളത്? അമ്മ സംസാരിക്കുന്നവർ സംസാരിച്ചിട്ടുണ്ടെങ്കിലേ ഏത് പെണ്ണാണ് ഇങ്ങനെ അല്ലാണ്ട് വേറെ എങ്ങനെ മറുപടി തരിക? ഈ കല്യാണം കച്ചവടാക്കിയത് അവളല്ല, നമ്മളാണ്. അവള് 100 പവൻ സ്വർണം വിട്ട് കുറെ സ്ഥലം വാങ്ങി കോടീശ്വരന്മാരാവണമെന്ന് വിചാരിച്ചതേ നമ്മൾ രണ്ടുപേരാ. വെറുതെ ഞാൻ അവളെ ചന്തേന്ന് വാങ്ങിയെന്നല്ലമ്മേ. കുറെ സ്ഥലങ്ങളിൽ പെണ്ണ് കണ്ടിട്ട് മടുത്ത് ലാസ്റ്റ് എങ്ങനെയോ ഒരു നല്ല കുടുംബം കിട്ടിയതാ. അതും കൂടെ അമ്മ ഇല്ലാണ്ടാക്കരുത്. പിന്നെ മാറാണ്ട് ഇനി ഞാൻ മാറിയില്ലെങ്കിലേ അവളെ വഴിക്കാൻ കിട്ടിട്ട് പോകും. പിന്നെ എനിക്ക് ജീവിതം ഉണ്ടാവില്ല. അതമ്മയൊന്ന് മനസ്സിലാക്ക്.